ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് തിരുവോണാണ്. തിരുവോണ ദിനം രാവിലെ തന്നെ എണീച്ച് കാണുന്നത് ഇവരുടെ പൂക്കളം പങ്ങളും പ്രിയെല്ലാം കൂടിയിട്ട് ഒരു പൂക്കൾ ഇടുന്നു. എങ്ങനെയാണ് പ്രിയ ഇതെല്ലാം ഇടുന്നത് സുവി? ഇന്നലെ നമ്മള് തളിപ്പറമ്പ് പോയി വാങ്ങി പൂക്കളെ ഇതെല്ലാം അല്ലേ സുവി? സുവി തന്നെയാണ് സെലക്ട് ചെയ്തതല്ല, സുവി തന്നെയാണ്. സുവിനെ ഇന്നലെ നോക്കിട്ട് വാങ്ങിയത്. ഇതുകൊണ്ട് അപ്പൊ ഇന്ന് ഡിസൈനിലാക്കി വരച്ചിട്ടിടുന്ന ഓണം എന്ന് പറഞ്ഞ ഉള്ളത് കൊണ്ട് ഓണം പോലെ അതുപോലെയാണ്. അതെ, ഉള്ളത് കൊണ്ട് ഓണം. ഓണത്തിന് പുട്ട് കച്ചവടം. ഓണത്തിന് പുട്ട് കച്ചവടം. അതാണ് ഓണത്തിന് പുട്ട് കച്ചവടം. എനിക്ക് മിസ് പറഞ്ഞതിന് ഓർമ്മയില്ല. അതെയാ, എന്തെല്ലോ പറയലുണ്ട് ഓണത്തിന് പുട്ട് കച്ചവടം. അങ്ങനെ പറയലുണ്ടല്ലേ? മേതുട്ടീന്റെ ഫുള്ള് ഇതാന്ന് കേട്ടാ, സഹായ സഹകരണം എല്ലാം ഉണ്ട്. പക്ഷെ ഇന്നലെ രാത്രി പൂവ് ഉതിർത്തിടാൻ ഇവരെല്ലാം കൂടിയിട്ടാ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ ഇത് രാത്രി ഉതിർത്തിട്ട് പോവാന്നല്ലേ? രാത്രി നമ്മൾ ഉതിർത്തിട്ടു. അത് മേതുവാണ്. മേതുവിന്റെ സഹായം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഇതിങ്ങനെ തുടങ്ങി. ഇതിനിപ്പോ ഏതായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം അല്ലേ? ഇതിനിപ്പോ ആയിട്ട് കാണിച്ചാൽ ഇനിയിപ്പോ ഇനിയിപ്പോ ആണ് പിന്നെ ഫുഡിന്റെ പരിപാടിയെല്ലാം ഏകദേശം റെഡിയായി. കാരണം ഇന്നലെ തന്നെ നമ്മള് വലിയ കൂട്ടുകറി, അച്ചാറ്, സംഭവങ്ങളെല്ലാം നമ്മള് ഭണ്ടാരിയാക്കി വെച്ചു. സുവി എല്ലാം ഞാൻ തന്നെ. പെങ്ങളെ കൈയില്ലാണ്ട് വേറെ എന്തൊക്കെ ഉണ്ടായില്ലേ? സുവി ഫുഡെല്ലാം വേഗം എല്ലാം കട്ട് ചെയ്ത് വെച്ചു. അത് വേറൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. സുവിന്റെ ഫുഡ് വേറെ തന്നെ ഒരു രസമാണ്. സാമ്പാറെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മള് പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ക്ഷേത്രങ്ങൾ അമ്പലങ്ങളിലെല്ലാം കഴിക്കുന്ന പോലത്തെ സാമ്പാറാണ് സുവിന്റെ. എവിടുന്നൊന്നും കിട്ടുന്ന സാമ്പാറാണ്. പക്ഷെ അല്ലല്ല, ടേസ്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെ ഇല്ലേതാണ് സുവി ഇടുന്ന അതിന്റെ ട്രിക്കെല്ലാം പഠിച്ചെന്ന് അറിയില്ല. ഇനി അളിയൻ പഠിപ്പിച്ചതാണോന്നും അറിയില്ല. എല്ലാ ക്രെഡിറ്റും റോഷിയാട്ടിന് കൊടുക്കാം നമുക്ക്. അതല്ലേ? അളിയൻ ഇന്നലെ പണിക്ക് പോയിട്ട് വരണത്രേ. അളിയൻ നല്ല ഉറക്കം പോകുന്നു അല്ലേ സുവി? വന്നിട്ടില്ലല്ലോ? പൂവെത്തൂല കേട്ടാ. അതല്ലേ സുവി ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് നമുക്ക് ഇല്ലടാ. എന്നാ പിന്നെ അടുക്കളയിൽ നിന്ന് അവരെല്ലാം പണിയെടുക്കും. നേരെ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മുടെ പിന്നാമ്പുറത്ത് എത്തി ഗൈസ്. ഇവിടെ എന്തെല്ലോ നടക്കുന്നുണ്ട്. എന്നാ പരിപാടി? എണ്ണ തേച്ചിട്ട് കുളിക്കണം. എണ്ണ തേച്ചു മറ്റേ ഇത് ഞാൻ വീണുല്ല കക്കൂസില്. അച്ഛനു മുന്നേ ഷോൾഡർ അങ്ങനെ ചെഞ്ഞു പോയി. എക്സ്റേ എടുത്ത് തന്നു. കൈ ഇങ്ങനെ പൊന്തിക്കാൻ കഴിയില്ല. കണ്ടോക്കറ അതാ ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടക്ക് അത് വഴുകി വീണ് പോയി അല്ലേ? ടൈൽസ് എന്നിട്ട് ചൊള്ളക്കുന്ന് പോയിട്ട് മറ്റേ ഇത് ഷീറ്റ് കൊണ്ടിട്ടാണ്, തോല് കൊണ്ടിട്ട് ആടി ഇട്ടിട്ടാണ്. ഒരു മറ്റേ പ്ലാസ്റ്റിക് നിലത്തിടാൻ വേണ്ടിട്ട് ഒരു ഗ്രിപ്പ് കിട്ടുന്ന സാധനം അല്ലേ? അത് വാങ്ങിട്ട് പോയിട്ട് ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇതന്നെ ക്ലിയർ ആയിട്ടില്ല. ഇത് മരുന്ന് തടി കൊണ്ട് പോന്ന്. ഇത് ശരിക്ക് ഇത് വന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പൊന്തിക്കാൻ കഴിയില്ല. അമ്മ അപ്പം അച്ഛന് ചൂടുവെള്ളം വെക്കും കുളിക്കാൻ? കുളിക്കേണ്ട ജീരകവെള്ളം. ഇത് അച്ഛന് കുളിക്കാൻ വെള്ളം വെക്കുന്നു. ഭക്ഷണ കാര്യങ്ങളിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഇവിടെ നേരത്തെ ഞാൻ വരുന്ന നോക്കുമ്പോഴേക്ക് ചോറിലാക്കി വെക്കുന്നുണ്ട്. അതിനല്ലേ ഓണത്തിന് വേറെ ഇപ്പത്തെ ഇന്നത്തെ ഓണത്തിന്റെ പ്രത്യേകത ചോറ് അല്ല, പ്രത്യേകത അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാരും കൂടി എല്ലാവരും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മളിപ്പോ നിക്കുന്നത്. മക്കളെല്ലാം ഒത്തു ചേർന്നു. എല്ലാരും ഉണ്ട്. ചെറിയ മോനുണ്ട്, വലിയ മോനുണ്ട്, മുന്നിലെ മോന്റെ ഭാര്യയുണ്ട്, ചെറിയ മോന്റെ ഭാര്യയും മക്കളും, മോളും മോളെ ഭർത്താവും. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു നല്ലൊരു സന്തോഷമാണ് ഇപ്പൊ. ഭക്ഷണം കഴിക്കണ്ടെന്ന് തോന്നുന്നു. ഭക്ഷണം ഒത്തുകൂടിയിട്ട് അതൊരു നല്ല ഒരു ഇക്കാലങ്ങളിൽ അങ്ങനെ ഉണ്ടോന്ന് പറയാൻ കഴിയില്ല. ഇപ്പത്തെ എല്ലാരും തിരക്ക് പിടിച്ച ജീവിതം. പലരും പല സ്ഥലങ്ങളിലും ഓർഡർ ചെയ്തിട്ട് വാങ്ങുന്നവരുണ്ട്. അതന്നെ അധികം വാങ്ങുന്നവര് തന്നെയാണ്. എന്റെ അമ്മ ചോറിലാക്കിയതാ പണ്ടത്തെ രീതിയിൽ തന്നെയാണ്. വിറക് കത്തിച്ച് അല്ല രാവിലെ ചോറാക്കിയത് അങ്ങനെയല്ലേ? പോയി ഇലയെല്ലാം മുറിച്ചു കൊണ്ടുവന്നു. പിന്നെ ഒരു അടപ്രഥവൻ ഇങ്ങനെ ആക്കണം. ഇറച്ചിയെല്ലാം പെരക്കിയെല്ലാം വെച്ചു. 4-5-6 തരം കറികളാക്കി അതെല്ലാം രാത്രി പകുതിയും ഏകദേശം എന്റെ മോളും പിന്നെ മോന്റെ ചെറിയ വലിയ മോന്റെ ഓളും എല്ലാം ആക്കി വെച്ചു. രാത്രി പച്ചടിയാക്കി, നാരങ്ങ അച്ചാറാക്കി, അവിയലാക്കി. അതെല്ലാം നമുക്ക് ഉച്ചക്ക് കാണാം അല്ലേ?
എല്ലാം ഭക്ഷണം എല്ലാം കഴിയാ. അതിന്റെ ഇടയ്ക്ക് ശൗന്തളമ്മേനെ കാണുന്നില്ലല്ലോ. ശൗന്തളമ്മടി ഉണ്ടായില്ല. അതല്ലേ ശൗന്തളമ്മ. ഓ അത് പറയാൻ വിട്ടുപോയി. മോന്റെ ഭാര്യയുടെ അമ്മ നല്ല മെൻഷനാണ്. നല്ലൊരിതാ, ഒരു കൂട്ടത്തിൽ കൂടണ്ടേ. അങ്ങനെ ഇന്നലെ വന്നു. നമ്മളിപ്പോ ഇവിടെ ഒരുമയായിട്ട് ഇപ്പൊ ഉണ്ട്. ഹാപ്പിയാണ് ഇതിനും ഏത് കാര്യത്തിനും. അതുകൊണ്ട് നമ്മളൊരു വീട് ഇല്ല പോലെ തന്നെ, ഒരു പുറത്തുള്ള ആളെയല്ല നമുക്ക്. നമ്മളൊരു പെട്ട ഒരു അളിയന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അളിയൻ ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ ഒന്ന് കുറച്ച് ഉറങ്ങിയല്ല അളിയ. ഇനിയിപ്പോ ഇനി പൂവിന്റെ ഡയറക്ഷൻ ആയില്ല. ഒരു ചായലും കുടിക്കുമ്പോ ഒന്ന് എനർജി അങ്ങ് വരില്ലു. പിന്നെ ചായ കിട്ടിയില്ല അല്ലെ. ചായ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഓരോരോ അഭിപ്രായങ്ങളെല്ലാം വരും. നമ്മള് പൂ ഫൈനലേ ഇനി കാണിക്കൂലു. അതിന്റെ ഇടക്ക് കാണിച്ചിട്ട് കാര്യമില്ല. പറ എന്താന്ന് അതിന്റെ പരിപാടികളൊന്നും ഇല്ല ഇന്ന്. ഇന്ന് പരിപാടി ഉണ്ട്, പക്ഷെ പോകുന്നില്ല, കഴിയുന്നില്ല. ഇബിയാപ്പം പറഞ്ഞു 4 ട്രോഫി അങ്ങാണ്ട് വീട്ടിൽ കയറണ്ടാവും. എടാ ഇത് നമ്മളെ ഈ ചുറ്റുവട്ടത്തില് ഒരുപാട് കോപ്പയോ പ്ലേറ്റോ എന്തെങ്കിലും മേടിച്ചിട്ട് വാ. ഇപ്പത്തെ പിള്ളേരിൽ ഇങ്ങനെയായല്ലേ, ഒരു മൊബൈലിൽ ഒതുങ്ങിയല്ലേ അളിയാ ഇപ്പം. ആരാ വിളിച്ചിനുമേ? അത് അച്ഛൻ പറഞ്ഞതായിരിക്കും അല്ലേ. വെറുതെ വിളിച്ചതാ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. പിന്നെ അളിയനൊരു കട്ടൻ ചായ. സമയം 10 മണിയാവാനായിട്ടാ. ഇപ്പാണ് ഇവനെ ഇറങ്ങി എണീക്കുന്നത്. ഓയ് എന്താ പരിപാടി? ഇന്ന് ഓണാന്ന്, ഇന്ന് ഓർമ്മയുണ്ടാ? ഞാൻ രാവിലെ എണീച്ചതാണ്, പിന്നെ രണ്ടാമത് ഒന്നുകൂടി കിടന്നല്ലോ. വാ എണീക്ക്, വേഗം റെഡിയാകും. വേറെ പരിപാടികളുണ്ട്. ഓക്കെ ഞാൻ എണീക്കാൻ പോവാ. അപ്പൊ നമ്മളെ പൂക്കളം കണ്ടേനി എല്ലാവർക്കും നേരത്തെ പൂവിടുന്നിടത്ത് പോയതാ സിനാട്ടൻ. ഇപ്പം നമ്മള് പൂക്കളം ഇട്ടതാ. ഇതിന്റെ എല്ലാ ഡിസൈനും കാര്യങ്ങളും ചെയ്തത് എല്ലാം ഞാൻ മൊത്തത്തില് എല്ലാ ക്രെഡിറ്റോട് പോയി. നീ ആരായി വരച്ചിട്ട ഞാൻ ആരെ ഇതിലൊരു അധിക പറ്റായിട്ട് ഇരുന്നത്. അപ്പം ഇതിന്റെ ഒരു അഭിപ്രായം പറയണം കേട്ടോ. ഇതാണ് സുവർണേന്റെ ഡിസൈനും ഇതെല്ലാം ഇട്ടത്. അവള് പക്ഷെ നോക്കിയിട്ടേ ചെയ്തത്. മൊബൈലിനാറ്റം വീഡിയോ കണ്ടതാണ്. സിമ്പിളായിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് ചെയ്തതാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടൽ പരിപാടി. പക്ഷെ എനിക്ക് മോശമായിട്ട് തോന്നിയില്ല. അടിപൊളി സുബി. നിന്റെ മോളാ നീളുവാന്ന് എടുത്തു വെച്ചിനി. കണ്ടിട്ട് സേവ് ആക്കി വെച്ചിനി. അത് നോക്കിയിട്ടതാണ്. അവർ റീൽസ് ആയിട്ടും കണ്ടിട്ട് അത് സേവ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ ചെയ്തതാട്ടാ. അപ്പം ഓണത്തിന് വേറെ പരിപാടി വെച്ചാൽ ഇവിടെ കളി തുടങ്ങി. ക്രിക്കറ്റ് നട്ടുച്ചക്ക് ഓണക്കളിയായിട്ട് അളിയൻ ബോളർ. അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നാ പരിപാടി? ക്രിക്കറ്റ് കളിയാ? ബോളിങ്ങാ? ബോളിങ് പഠിപ്പിച്ചു കൊടുക്കുന്നളിയാ? ചക്കാറാന്നല്ലേ? അപ്പൊ അതിന്റെ ശരിക്കും ലെവല് എങ്ങനെയാ എറിയേണ്ടതെന്നില്ലേ? ശരിക്കും ലെവല് പഠിപ്പിച്ചു കൊടുക്കുക. തലറിഞ്ഞ് പൊട്ടിക്കോന്ന് അറിയില്ല. അപ്പൊ അതെ, ഇവൻ ഫുട്ബോളിലാണ് താരം, പക്ഷെ ക്രിക്കറ്റ് അങ്ങനെ കളിക്കല്ലേ. ഇതെന്ത് കളിയാണ്? ഇത് ഓണക്കളി. ഓണക്കളിയാണ് പോലും. ഏണിക്കളി. അതെ അതെ അതെ. ഓ, ഏണീന്റെ മുകളിൽ കയറിയിട്ട് തുള്ളല് ആപ്പന്റെ മുകളിലേക്ക്. അങ്ങനെ ഓണത്തിന് കളികളെല്ലാം തുടങ്ങി. ഇനി നമുക്ക് നേരെ അമ്മു സീഡിന്റെ അമ്മു എന്താ പരിപാടി? അടിപൊളി കണ്ടോ? അച്ഛനും അമ്മ ഇവരെല്ലാം റെഡി. ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ചു അല്ലോ അമ്മേ? ഇനിയിപ്പം നമ്മളെ അച്ഛന്റെ ഡ്രസ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? അച്ഛൻ ഇന്ന് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ്.
എങ്ങനെയുണ്ട് ഡ്രസ്സ്? എല്ലാരും അഭിപ്രായം പറയണം. അച്ഛൻ്റെ സൂപ്പർ. ഓക്കെ. ആഹാ, ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. അല്ല ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് നമ്മൾ ഈ സമയത്തല്ല അടുക്കളയിൽ നമ്മ പണിയോട് പണിയാണ്. സത്യപ്രാവശ്യം നമ്മൾ രാവിലെ തുടങ്ങി, അതുകൊണ്ട് വേഗം തീർന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയല്ലേ? അങ്ങനെ ഇരിക്കേണ്ടത്. അച്ഛൻ്റെ ഡ്രസ്സാണ് ഇത്. ഇത് അനിയൻ വാങ്ങി കൊടുത്ത ഡ്രസ്സാണ് ബിബി അല്ലേ? അനിയൻ കൊടുത്ത ഡ്രസ്സാണ്. അപ്പൊ ഞാൻ വാങ്ങി കൊടുത്ത ഡ്രസ്സ് എന്തിടാ? അത് നാളെ ഇടാൻ വേണ്ടിട്ടാ. 3-4 ദിവസം ഉണ്ടല്ലോ. 4 ദിവസം ഉണ്ട്. അപ്പൊ ഓരോ ദിവസം ഓരോന്നല്ലേ? പക്ഷെ ഇന്നത്തെ ഡ്രസ്സാ ഇത് കേട്ടാ. പാന്റും ഓൻ പറഞ്ഞോണ്ടാണ് ഓൻ പറഞ്ഞു അല്ലേ ഇന്ന് ഇടണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അമ്മ ഇന്ന് മാക്സിയിൽ തന്നെയാണ്. അമ്മക്കുണ്ട്, അമ്മ ഇടാതുകൊണ്ടാണ്. അമ്മ ഇട്ടിട്ടില്ല അല്ലേ? എല്ലാരും വാങ്ങി കൊടുത്തിട്ട് എല്ലാരും ഡ്രസ്സ് തന്നെ. ഞാൻ പിന്നെ ഇത് മതി വെച്ചിട്ടാണ്. ഇത് നമ്മളെ കുന്തളമ്മ. ഞാനും മാക്സിൽ തന്നെ എല്ലാരും മാക്സിയിലത്. എന്തിനു പറയണം? എന്താ പ്രിയ ഇന്ന് ഓണക്കോടിയൊന്നും ഇട്ടിട്ടില്ല. ഒന്ന് മാക്സിയിലാണ് ഇതിന്റെ ഇത്. ഏറ്റവും സുഖം ഇതാണ് ഇടാൻ വേണ്ടിട്ട്. ഇതാകുമ്പോ പിന്നെ നമുക്ക് ഇനി പണിയൂല്ലേ? വേണം കിട്ടിയ കാനങ്ങൂലെന്നില്ല. ഒറ്റയിരുത്തിരിക്കും വൈകുന്നേരം വരാം. നമ്മള് പെണ്ണുങ്ങളെല്ലാം ഡ്രസ്സ് ഇട്ടിരിക്കും. നിങ്ങൾ അടുക്കള മൊത്തം ഏറ്റെടുക്കണം. ഭക്ഷണം വിളമ്പൽ, പാത്രം കഴുകൽ പറ്റുമെങ്കിലും മാറ്റാം. പറ വേണ്ട, ഇങ്ങനെ ഇരുന്നാ മതി. എന്നാലേ ഇതാ. പിന്നെ അമ്മുവിന്റെ ഡ്രസ്സിംഗ് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എല്ലാം സിമ്പിൾ ഹമ്പിൾ എന്നാ ഞാൻ പറയുന്നത്. അല്ല അങ്ങനെ മറ്റേ എന്താ പറയാ ഓണക്കോടി ഇട്ടിട്ട് പണിയെടുക്കൂലെങ്കിൽ പിന്നെ ഈ ഒരു 10 കൊല്ലത്തേക്ക് അങ്ങനെ വേണ്ട അല്ലേ? പക്ഷെ വേണ്ട വേണ്ട. വിവിൻ പിന്നെ മോഡലിലേക്ക് പോയിട്ടാ. ഇപ്രാവശ്യം ഗണപതി ഇതാണ്. ഇപ്പൊ ഇന്നത്തെ ട്രെൻഡാ പോലും. ഇപ്പത്തെ ട്രെൻഡാണ് ലുങ്കി. ഞാനത് അച്ഛനത് അതല്ലേ നിന്റെ സെലക്ഷനാ? അമ്മൂന്റെ സെലക്ഷനാ എന്നാ പറഞ്ഞത്. എന്നാ അച്ഛൻ ഇത് കണ്ടിട്ട് കൊതിയായി. എനിക്ക് അച്ഛനെന്തോ പറഞ്ഞു. അടുത്തന്നെ വാങ്ങുന്നുണ്ട് അച്ഛൻ. അത് ഇതന്നെ വാങ്ങും ഇവന്റെ. പിന്നെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങൂല. ഞാൻ പൈസ കൊടുത്ത് വാങ്ങൂല. 3 മാസത്തെ ലീവിനാ വന്നിനി. കറുപ്പെടുത്തോണ്ട് ചോദിക്കാൻ മലക്കും പറഞ്ഞു 2 ലക്ഷം ഉണ്ട് എന്നാ പറഞ്ഞ. മലക്കും പോവാന്ന് ഇതിനെ കൊണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് പകര കാര്യങ്ങള് അങ്ങനെ. അതെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണസദ്യ കുട്ടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അമ്മ. മണിക്കൂട്ടാ എങ്ങനെയുണ്ടോ സദ്യ? എങ്ങനെയുണ്ട്? സെറ്റ് സാമ്പാർ അല്ലേ? എന്തേ എങ്ങനെയുണ്ട്? അപ്പൊ നമ്മ പറഞ്ഞ പോലെ തന്നെ സുവർണേന്റെ സാമ്പാർ അടിപൊളി കേട്ടോ ബിബി. അതെയാ? ഓ, സാമ്പാറിനെ മാത്രം പറയണ്ട, എല്ലു ഓളാക്കിട്ടാ പറഞ്ഞേ. അതെയാ? അപ്പം അടുത്ത ഇനിയിപ്പോ ഏതെങ്കിലും സദ്യ ആക്കണമെങ്കിൽ സുവർണേനെ വിളിച്ചാൽ മതി എന്നാ പറയുന്നത്. കൂട്ടുകാരിയെല്ലാം ആക്കി കൊടുക്കും അല്ലേ? അപ്പം ഈ ഇഷ്ടപ്പെട്ടു. കുട്ടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിക്കായിന്ന്. അപ്പൊ എങ്ങനെയുണ്ട് സദ്യ? അപ്പം മോശമില്ലാന്ന് പറഞ്ഞു നമ്മി കഴിച്ചു നോക്കിയിട്ടാ. അപ്പൊ ഇതാണ് ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് കഴിഞ്ഞു. പ്രിയ കുഴപ്പമില്ലല്ലേ ഇപ്രാവശ്യത്തെ ഓണത്തിന്? കുഴപ്പമില്ല എന്നല്ല, സത്യം ഒരു രക്ഷയില്ല.